ഞാനിവിടെ ഈ വന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ചേട്ടത്തി പറഞ്ഞു, അച്ഛാ ഇന്ന് ആൾ കുറവാണ്, സാധാരണ നല്ല ആൾ വരുന്നതാണ്, പക്ഷെ ആൾ കുറവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ. പക്ഷേ എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യം എന്താണെന്നറിയാമോ? അതിനുശേഷം അതായത് കർത്താവ് എപ്പോഴും അഭിഷേകം കൊടുക്കുന്നത് ചെറിയൊരു സമൂഹത്തിനാണ്. ഹല്ലേലൂയ, മനസ്സിലായോ? അവനെപ്പോഴും അവൻ്റെ അഭിഷേകം കൊടുക്കുന്നത് ചെറിയ സമൂഹത്തിനാണ്. എന്നതിനാണ് ഈ ചെറിയ സമൂഹത്തിന് കൊടുക്കുന്നേ? ഈ ചെറിയ സമൂഹത്തിന് കൊടുത്താൽ മാത്രമേ ഇത് പടർന്ന് വലുതാവുകയുള്ളൂ. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? ഈ ചെറിയ സമൂഹത്തിന് അഭിഷേകം ആദ്യം കൊടുക്കും, അവരെ ആദ്യം ഒരുക്കും, അവരെ തൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരും, അവരെ ചേർത്ത് നിർത്തും, അവരെ അനുഗ്രഹിക്കും, അവരെ തൊടും. അങ്ങനെ തൊട്ട് അനുഗ്രഹിച്ച് അവരെ അഭിഷേകം ചെയ്തിട്ട് അവരിലൂടെ മറ്റ് പലരിലേക്കും ഈ അഭിഷേകം എത്തിക്കും. അതുകൊണ്ട് ആരും വന്നില്ലെന്നോ അല്ലെങ്കിൽ ആൾ കുറവാണെന്നോ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ അതിനെ ടെൻഷൻ അടിക്കണ്ട, മനസ്സിലായോ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നിങ്ങളിലൂടെ എൻ്റെ മക്കളെ, ഈ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ, ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഒരുത്തനായിരിക്കും വന്നിരിക്കുന്നത്, ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഒരുത്തിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. കൊച്ചേ ക്രിസ്ത്യാനി, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നിൽ ഒരാളിലൂടെ കർത്താവ് നിൻ്റെ കുടുംബം മുഴുവനെ ഏറ്റെടുക്കും. നീ ഒരാളിലൂടെ കർത്താവ് ഈ ഇടവക സമൂഹത്തെ ഏറ്റെടുക്കും. ഈ ചെറിയ സമൂഹത്തിലൂടെ കർത്താവ് ഈ ദേശം മുഴുവനെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ദേശം മുഴുവനെ വിശുദ്ധീകരിക്കും. നല്ലൊരു വചനമുണ്ട്, ലൂക്കോസ് 12:32. എടുക്കാമോ? ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മക്കളെ, കർത്താവ് ഈ ഒരു ചെറിയ സമൂഹത്തോട് പറയുക ഈ വചനത്തിലൂടെ, കൊച്ചേ ചെറിയ അജഗണമേ, ചെറിയ സമൂഹമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ സ്വർഗസ്ഥനായ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് ഈ രാജ്യം? മക്കളെ, മറ്റൊന്നുമല്ല, അവൻ്റെ കൃപ. എന്താണ് ഈ രാജ്യം? അത് മറ്റൊന്നുമല്ല, അവൻ്റെ കരുണ. എന്താണ് ഈ രാജ്യം? മറ്റൊന്നുമല്ല, അവൻ്റെ പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം നൽകാൻ, ഈ കൃപ നൽകാൻ, ഈ കരുണ നൽകാൻ ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു.